ആറളത്ത് വനവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ രാവിലെ കണ്ണൂർ കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം നടക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ആറളത്തുണ്ടായത് അസാധാരണ സംഭവമെന്നും ജനങ്ങളുടെ പ്രതികരണം സ്വാഭാവികമാണെന്നും വനമന്ത്രി പറഞ്ഞു. ഉച്ചകഴിഞ്ഞ് സർവകക്ഷി യോഗം ചേർന്ന് നടപ്പാക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കും. ഒരാഴ്ച കൊണ്ട് നടപ്പിലാക്കേണ്ട കർമ്മ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, ഇത് സ്ഥിരം പലവ് തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്ത് തീർക്കും, സംരക്ഷണം നൽകും, ഫെൻസിംഗ് നടപ്പാക്കും, അങ്ങനെ പലവട്ടം പറഞ്ഞതാണ് വനമന്ത്രി. ഇന്നിപ്പോൾ ഇതൊരു അസാധാരണ സംഭവമാണെന്ന് പറയുന്നു. ഇന്ന് സർവകക്ഷി യോഗം ചേരാനിരിക്കുകയാണ്, ഉന്നതതല യോഗമുണ്ട്. എല്ലാ യോഗങ്ങളും അതേ മുറയ്ക്ക് തന്നെ നടക്കുന്നുമുണ്ട്. പക്ഷേ വീണ്ടും ആക്രമണങ്ങൾ, വന്യജീവികളുടെ ആക്രമണങ്ങൾ പെരുകുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. ഇന്നലെ 2 പേരുടെ ജീവനാണ് എടുത്തത്. ഇന്ന് എന്തായാലും വനമന്ത്രി കണ്ണൂരിലേക്ക് എത്തുന്ന സമയത്ത് പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. രജനി, എല്ലാ സമയത്തും ഈ വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവൻ പൊലിയുന്ന സമയത്തൊക്കെ വനം മന്ത്രി പറയുന്ന, എല്ലായിടത്തും പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് വനം മന്ത്രി ഇന്നും ഈ വിഷയത്തിലും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു അസാധാരണ സംഭവം എന്നാണ് വനം മന്ത്രി. ആറളത്തുണ്ടായത് അസാധാരണ സംഭവമാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ പ്രതികരണം, ഈ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതികരണം അത് സ്വാഭാവികമാണ് എന്നാണ് ഈ വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും പറയുന്നത് പോലെ കൃത്യമായ പരിപാടികൾ സംഘടിപ്പിക്കും. അതായത് ഈ അടിക്കാടുകൾ വെട്ടാത്തതാണ് ഇത്തരത്തിൽ വന്യജീവികൾ പുറത്തേക്ക് വന്ന് ജനങ്ങളെ ആക്രമിക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ആനമതിൽ സ്ഥാപിക്കും, ക്യാമറകൾ സ്ഥാപിക്കും. അങ്ങനെ ഇത്തരത്തിലൊരു വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വനം മന്ത്രി എല്ലായിടത്തും പറഞ്ഞ അതേ കാര്യം ഇവിടെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, രാവിലെ തന്നെ കണ്ണൂർ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഉന്നത യോഗം കണ്ണൂരിൽ നടക്കുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് സർവകക്ഷി യോഗം ചേരും. ഈ സർവകക്ഷി യോഗത്തിൽ എന്താണ് ഇനി തുടർന്ന് നടപ്പിലാക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്യുക. ഈ ഒരാഴ്ച കൊണ്ട് നടപ്പിലാക്കേണ്ട കർമ്മ പരിപാടികൾക്ക് രൂപം നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വന്യജീവികൾ കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട എന്താണ് തുടർ നടപടി ഉണ്ടാകേണ്ടത്, ആനമതിൽ സ്ഥാപിക്കണം, ഫെൻസിംഗ് കാര്യക്ഷമമായി നടപ്പിലാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും ജനങ്ങൾ ഉന്നയിക്കുന്ന, വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും എന്നാണ് വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ തുടരെ ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ക്യാമറ സ്ഥാപിക്കുന്നതും ഈ ആനമതിൽ കെട്ടുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചർച്ച വീണ്ടും ചെയ്യുമെന്ന് മാത്രമാണ് മന്ത്രി പറയുന്നത്. അല്ലാതെ ഉടനടി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ, ആനമതിൽ പണിയുന്നതാണെങ്കിലും ഫെൻസിംഗ് പണിയുന്നതിനുമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന ഒരു കൃത്യമായൊരു തീയതി അടക്കം പറയാൻ ഇപ്പോഴും വനമന്ത്രിക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. എന്തായാലും വനമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇത്തരത്തിൽ ആറളത്ത് നടപ്പിലാക്കേണ്ട കർമ്മ പരിപാടികൾക്ക് രൂപം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രൂപം നൽകിയാലും അത് നടപ്പിലാകുമോ എന്ന് കണ്ടറിയേണ്ടി വരും. രജനി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനാക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആറളം പഞ്ചായത്തിൽ BJPയുടെയും UDFന്റെയും ഹർത്താൽ തുടരുകയാണ്. അതിനിടയിൽ തന്നെ ഇന്ന് ആറളം ഫാമിൽ വെച്ച് സർവകക്ഷി യോഗം ചേരും. വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ഉദ്യോഗസ്ഥതല യോഗവും വിളിച്ചിട്ടുണ്ട്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ഗൂഗിൾ, പ്രതിഷേധം സ്വാഭാവികമാണ്, കാരണം 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം, പല സ്ഥലങ്ങളിലായിട്ട് കാട്ടാന ആക്രമണത്തിൽ, വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്നു. സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അവർക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്ത ഒരു അവസ്ഥ. ഇന്നിപ്പോൾ BJPയും UDFും അവിടെ ഹർത്താൽ നടക്കുകയാണ്. എങ്ങനെ പുരോഗമിക്കുന്നു ഹർത്താൽ? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? 6 വരെയാണ് BJPയുടെയും UDFന്റെയും നേതൃത്വത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു. തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ ഹർത്താൽ ഇല്ലാത്തതുകൊണ്ട് സ്വകാര്യ ബസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹന സർവീസുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഹർത്താലുമായിട്ട് പൊതുജനങ്ങൾ പൊതുവെ സഹകരിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം നേരത്തെ രജനി പറഞ്ഞതുപോലെ തന്നെയാണ്, അടിക്കടി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങൾ, വന്യജീവി സംഘർഷങ്ങളൊക്കെ ഈ ആറള ഫാമിലെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞിട്ടുള്ള നാട്ടുകാർ ആറള ജനതയോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഹർത്താലുമായി പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ
ഈ പറഞ്ഞതുപോലെ ആറളത്ത് വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ട്, ആനയുണ്ട്, കാട്ടുപോത്ത്, പുലി ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മന്ത്രി പോലും സമ്മതിക്കുന്നു. അത് പരിഹരിക്കേണ്ടതാണ് എന്ന് മന്ത്രി പറയുന്നു. പക്ഷേ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിക്കാത്തതും അത് തീർപ്പാക്കാൻ ഈ സർക്കാർ സാധിക്കാത്തതുമാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം. 2023 ഇതുപോലെ ഒരാൾ മരിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 16ഓളം ആളുകളാണ് ആറളത്ത് മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ എല്ലാ തരത്തിലും ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഹർത്താലും ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂട്ടായ്മ UDF-ഉം BJP-യുമാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളതെങ്കിലും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങൾ ഹർത്താലുമായി സഹകരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ വെള്ളിയുടെയും ലീലയുടെയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അല്പസമയത്തിനകം പെരിയാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കും. ഇവിടെ നിന്ന് ആറളത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. പോയി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം മൃതദേഹവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കീഴ്പള്ളിയൊക്കെ കേന്ദ്രീകരിച്ച് മൃതദേഹവുമായി പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം കീഴ്പള്ളിയിലും ആറളം പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു യോഗം രാവിലെയും ഉച്ചയ്ക്ക് ശേഷം വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗവും നടക്കുന്നുണ്ട്. വനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്നലെ ആറളത്ത് സംഘടിപ്പിച്ചിരുന്നത്. വെള്ളിയും നീലയും മരണപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു അവരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് നീക്കാൻ വേണ്ടി സാധിച്ചിരുന്നത്. ആംബുലൻസിന് മുന്നിലേക്ക് ചാടി വീണിയും പോലീസിനെയും സബ് കളക്ടറെയും ഒക്കെ തടഞ്ഞുകൊണ്ട് നാട്ടുകാർ വലിയ പ്രതിരോധം സൃഷ്ടിച്ചു. അവരുടെ ജീവനുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയിലുള്ള വികാര പ്രകടനങ്ങളായിരുന്നു അവരുടെ ഭാഗത്ത് ഉണ്ടായത്. അതിനാൽ തന്നെ വനം മന്ത്രി വരുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചും ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. പോലീസൊക്കെ വലിയ രീതിയിലുള്ള വിന്യാസം ഈ പ്രദേശത്തെ ഒരുക്കിയിട്ടുണ്ട്. രജനി, ശരി, എന്തായാലും മനുഷ്യരാണ്, സ്വാഭാവികമാണ് പ്രതിഷേധം. അവർക്കും ജീവിക്കണം, അവർ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ ജീവിക്കണം. എന്തായാലും പല തവണ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ജീവൻ പൊലിഞ്ഞിട്ട് പോലും സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല, ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നും പ്രതിഷേധം സ്വാഭാവികം തന്നെയാണ്. മന്ത്രി ആറളത്തേക്ക് എത്തുന്നു, യോഗങ്ങളൊക്കെ തന്നെ നടക്കുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അസാധാരണ നടപടിയാണെന്ന്. പക്ഷേ എപ്പോഴും മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ തന്നെയാണ്. ഇവർക്ക് വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് എത്രയും വേഗം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.